ആമേൻ സ്തോത്രം. അങ്ങനെ ഞാൻ മ്യൂട്ട് ആക്കാൻ പറ്റും? ഓക്കെ ആമേൻ സ്തോത്രം. ഓക്കെ ഓക്കെ, എന്താ എക്കോ തിരിച്ചടിക്കുകയാണ്. ഓക്കെ 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 ആമേൻ സ്തോത്രം. യേശു എന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിരുന്നു. യേശുവിനെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ആമേൻ. യേശുവിനെ എനിക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ യേശുവിനെ എനിക്ക് ആരാധിക്കാൻ ഇഷ്ടമില്ല, യേശുവിനെ എനിക്ക് ബന്ധമില്ല. യേശുവിനെ പറയുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയായിരുന്നു. ഇതിന്റെ അകത്ത് യേശു എന്റെ അകത്ത് വരുവാൻ ആമേൻ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചത് 2020 ആമേൻ സ്തോത്രം 4 യേശു എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ആമേൻ സ്തോത്രം. യേശുവിനെ ഞാൻ അറിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു മാറ്റം വന്ന, എന്റെ ജീവിതത്തിന്റെ അകത്ത് ഇന്ന് പറഞ്ഞ കണക്ക് ആ ഒരു ടെസ്റ്റ് പണി യേശുവിന്റെ നാമത്തില്. ആമേൻ സ്തോത്രം. ഞാൻ ഒരു നല്ലൊരു മദ്യപാനിയായിരുന്നു. എന്റെ സ്കൂൾ ജീവിതത്തിൽ തന്നെ ഞാൻ ഒരു മദ്യപാനിയായിരുന്നു. ആ മദ്യത്തിന്റെ അകത്ത് എനിക്ക് നിൽക്കാൻ പറ്റും. എന്റെ സ്കൂൾ ജീവിതം പോയി. ആമേൻ സ്തോത്രം. അതിന്റെ അകത്ത് ഞാനൊരു ആമേൻ സ്തോത്രം കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. കഞ്ചാവ് ആമേൻ സ്തോത്രം എന്ന് വെച്ചാ കഞ്ചാവ് ഉപയോഗിക്കുകയും ലഹരി എന്റെ ജീവിതം ലഹരിയായിരുന്നു. ആമേൻ സ്തോത്രം. അതിൽ നിന്നത്താണ് എന്നെ ദൈവം പുറത്തു കൊണ്ടുവന്നത്. യേശുവിനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിന് വേണ്ടി ഓടുവാൻ, ആമേൻ സ്തോത്രം, യേശുവിന് വേണ്ടി നിൽക്കുവാൻ, ആമേൻ സ്തോത്രം. അങ്ങനെ മദ്യപാനമൊക്കെ ഉപയോഗിച്ച് പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്റെ വീട്ടിന്റെ അകത്ത് ആമേൻ സ്തോത്രം 2020 സ്തോത്രം എന്റെ വിവാഹമായിരുന്നു. എന്റെ ഭാര്യ നല്ലൊരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപ്പോഴും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. ഭാര്യയായിട്ട് ഭയങ്കര അടിയും പിടിയൊക്കെ ആയിരുന്നു. എനിക്ക് ഇഷ്ടമില്ല, പ്രാർത്ഥിക്കുന്ന എനിക്ക് അലർജിയാണ്. എന്റെ വിവാഹം ഞാൻ കഴിഞ്ഞത് തന്നെ 2000 സ്തോത്രം 11 കല്യാണം കഴിഞ്ഞപ്പോൾ ഞാനും എന്റെ ഭാര്യയും കൂടെ പ്രാർത്ഥിക്കാനൊന്നും ഞാൻ പോകത്തില്ല. ഞാൻ അവളോടൊക്കെ പറഞ്ഞ ചുമ്മാ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി. പക്ഷെ എന്റെ അകത്ത് ക്രിസ്തു ഇല്ലായിരുന്നു. പക്ഷെ എന്റെ അകത്ത് ക്രിസ്തു ഉള്ളപ്പോൾ ഞാൻ ക്രിസ്തുവിലേക്ക് ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കാൻ വന്നു. ഈ 2025 എന്റെ ദൈവം എന്റെ സ്ഥിതിയെ മാറ്റി, എന്റെ സ്വഭാവ രീതിയെ മാറ്റി. അങ്ങനെ ആമേൻ സ്തോത്രം കഞ്ചാവായിരുന്ന എന്നെ മയക്കുമരുന്നായ ആമേൻ സ്തോത്രം MDMA ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പള്ളിയിൽ പോകുന്നെങ്കിൽ MDMA എന്നൊരു സംഭവമാണ് ഞാൻ അടിച്ചിട്ടിരുന്ന. ലഹരിയിലേക്ക് ഏറ്റവും ഭയങ്കര നമ്മൾ പല മാധ്യമങ്ങളും കേൾക്കുമ്പോൾ ആമേൻ സ്തോത്രം ഉപയോഗിക്കുന്ന ആമേൻ സ്തോത്രം സംഭവമാണ് MDMA. അത് ഞാൻ ഉപയോഗിക്കുമ്പോൾ എന്റെ കൈക്കകത്ത് ആമേൻ സ്തോത്രം, എന്റെ ഈ കൈയുടെ ആമേൻ സ്തോത്രം ഈ മുട്ടിന്റെ താഴെ ഞരമ്പിൽ കൂടെ ഞാൻ അതിനെ പാസ് ചെയ്യുമ്പോൾ ആമേൻ സ്തോത്രം അതിന്റെ അകത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം ഇന്ന് കഴിക്കുന്ന ആമേൻ സ്തോത്രം ഇപ്പം ഞാൻ കഴിക്കുന്ന ആഹാരം അന്ന് ഞാൻ ആമേൻ സ്തോത്രം ഇത് ഉപയോഗിക്കുന്ന ഒറ്റ നേരമേ ഉപയോഗിക്കുകയുള്ളൂ. അത് 5 ദിവസം വരെ ഞാൻ ഇത് ഉപയോഗിക്കാതെ ഇങ്ങനെ സിഗരറ്റും വലിച്ചിങ്ങനെ നടക്കും. ആമേൻ സ്തോത്രം. പിന്നെ എനിക്ക് ഈ 5 ദിവസം വരുമ്പം ഒരു ബോധമില്ല, ഒരു ബോധം എനിക്ക് നഷ്ടപ്പെട്ടു, ബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ആരെങ്കിലും വഴക്കൂടോ അടികൂടോ അവരോടൊക്കെ അടികൂടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കർത്താവ് എന്നെ അതിൽ നിന്നെല്ലാം മാറ്റി ക്രിസ്തുവിൽ പൂർണ്ണനാക്കി. എന്ന് വെച്ചാൽ ഞാൻ നടന്ന വഴി എങ്ങനെയായിരുന്നു? എന്റെ സ്വദേശം വർക്കലയാണ്. ആമേൻ സ്തോത്രം. ഞാൻ ഒരു സഭയിൽ നോക്കിയപ്പം ഒരു ആരാധന നടക്കണം. അങ്ങനെ ആ സഭയിലേക്ക് ചെന്ന് ആമേൻ സ്തോത്രം കർത്താവായ ദാസൻ ഷാജി പാസ്റ്റർ എന്ന് പറയും, ആ പാസ്റ്ററിന്റെ സഭ വർക്കലയാണ്. ആമേൻ സ്തോത്രം. അങ്ങനെ ആ പാസ്റ്ററായിട്ട് ഞാൻ ബന്ധപ്പെട്ട് അങ്ങനെ എനിക്ക് വേണ്ടി ഇവരെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം എന്നെ തൊടാൻ തുടങ്ങി. എന്റെ കുടുംബത്തിന് ഡിസോർഡറിന്റെ വക്കിലായിരുന്നു ഞാൻ എന്റെ കുടുംബം പോയത്. ആമേൻ സ്തോത്രം. ആമേൻ. ഞാൻ പോയതും പിന്നെ എനിക്ക് പള്ളിയിൽ നിന്ന് ഇഷ്ടമില്ലാതെ വന്ന സമയത്തും ഞാൻ പോയി നിൽക്കുന്ന കരിക്കം ക്ഷേത്രത്തിലായിരുന്നു പോയി കിടക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ആമേൻ സ്തോത്രം. അങ്ങനെ ഞാൻ ആ ക്ഷേത്രത്തിൽ പോയി നിൽക്കുകയും അവിടെ പോയി അവിടുത്തെ ഫുഡും അവിടുത്തെ കൈനോട്ടവും പിന്നെ ഒരു പൂജാരിയുടെ കൂടെയായിരുന്നു ഞാൻ 1 വർഷത്തോളം. ഒരു പൂജാരി സന്തോഷം എന്ന് പറയും വർക്കല ക്ഷേത്രത്തിന്റെ അടുത്ത്. ആമേൻ സ്തോത്രം. എന്നിട്ട് പോലും എനിക്ക് എന്റെ ദൈവം എന്നെ എത്രത്തോളം ഇതിനെല്ലാം കൊണ്ടുവന്നു. ആമേൻ സ്തോത്രം. അങ്ങനെ ആമേൻ സ്തോത്രം MDMA അടിക്കുന്ന സമയത്തും എനിക്ക് ആ ബോധം എന്ന് വെച്ചാൽ 5 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഉറക്കമില്ല. 5 ദിവസം വരെ ഉറക്കമില്ല. 5ാമത്തെ ദിവസം കഴിയുമ്പോൾ എനിക്ക് ഒരു അസുഖം ഉണ്ടാവും. ആ അസുഖം എന്ന് പറയുമ്പം ആമേൻ സ്തോത്രം ഈ ലഹരിയുടെ ക്ഷീണത്തിന്റെയും ഞാൻ നടക്കുന്ന അത് ഓട്ടിക്കുന്നത് ഞാൻ നടക്കുന്ന ആമേൻ സ്തോത്രം നടക്കുന്നതും ഞാൻ പോകുന്ന വഴിയും എനിക്ക് ഭയങ്കര ഡിസോർഡറായി. അങ്ങനെ എന്റെ
Low battery. Please charge. എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഒരു മാസം കഴിയുമ്പം ഒരു മാസത്തെ 90 അല്ലെങ്കിൽ 100 ദിവസം വരെ എന്റെ ബ്ലഡിൽ ഇതിന്റെ ലഹരിയുടെ ഇതുണ്ടായിരുന്നു. എനിക്ക് 5 ദിവസം കഴിയുമ്പോഴായിരിക്കും പിന്നും എനിക്ക് ഇത് ഉറക്കം വരുന്നത്. പിന്നെ ഞാൻ ക്ഷീണിതനാണ്, പിന്നെ ഞാൻ രോഗിയാണ്. അങ്ങനെ അതിൽ നിന്നല്ല എന്നെ ദൈവം വിടുവിച്ച് ഞാൻ വിശ്വസിച്ച എന്റെ യേശുവിനെ ഞാൻ പിന്നെ ഒത്തുകൂടെ ആശ്രയിച്ച് ആ യേശു എന്റെ ജീവിതത്തിൽ നല്ലൊരു ഞാൻ എന്റെ പെണ്ണും പിള്ളേനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, എന്റെ ഭാര്യനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അതിൽ നിന്നല്ല എന്റെ ദൈവം എന്റെ കുടുംബം തന്ന് ഞാൻ എന്റെ കുടുംബം കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. അതിനപ്പുറം എനിക്ക് വേറൊരു സന്തോഷമില്ല. എന്റെ ദൈവമാണ് എന്റെ ബലം, എന്റെ ജീവന്റെ ബലം ക്രിസ്തുവാണ്. അല്ലെങ്കിൽ ആ ജീവനുള്ള ക്രിസ്തുവിനെ ഞാൻ സ്തുതിച്ചപ്പോൾ ആ ജീവനുള്ള ദൈവം എനിക്ക് മഹത്വത്തിന്റെ ദൈവമായിരിക്കുന്ന ക്രിസ്തു അല്ലെങ്കിൽ ഞാൻ ചില ആൾക്കാർക്ക് എന്റെ പ്രിയ സഹോദരനായ എന്റെ ഒരു കൂട്ടുകാരൻ ഷിനു ഞാൻ MDMA അടിച്ച് എങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് എന്നെ വന്ന് ആ പുള്ളിക്കാരൻ കുടിച്ചിട്ട് വന്ന് ഫിറ്റായി എന്റെ കൊങ്ങയൊക്കെ ഒന്ന് പിടിച്ച് അങ്ങനെ എന്നെ അടിക്കാനൊക്കെ വന്നു. എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ രാത്രി 1 മണിയായപ്പോൾ ഞാൻ അവന്റെ വീട്ടില് വാളും കൊണ്ട് ചെന്ന്, തമാശയല്ല, ഇത് വാളും കൊണ്ട് ചെന്നതിന് അവന്റെ കഴുത്തിനെ വെട്ടാനാ. പക്ഷെ ദൈവം എന്നെ അതിൽ നിന്നെല്ലാം ഇടയാക്കിയില്ല. എന്റെ ദൈവം അതിൽ നിന്നല്ല എന്നെ മാറ്റി. ഞാൻ ചെയ്ത ലഹരി എനിക്ക് അന്ന് എന്റെ സ്കൂൾ ജീവിതമേ ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ മദ്യപാനിയായിരുന്നു. പിന്നെ ഞാൻ 8ാം ക്ലാസ് പഠിച്ച് ഇറങ്ങിയ ശേഷവും അല്ലെങ്കിൽ ഞാൻ പിന്നെ പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷം 10 വരെ പോയതിനു ശേഷവും പിന്നെ ഞാനാണ് അന്നത്തെ കഞ്ചാവ് 30 രൂപയുടെ കഞ്ചാവ് ഇപ്പൊ 300 സംതിങ് ആണ്. എന്ന് വെച്ചാൽ അന്നത്തെ ലഹരി ഉപയോഗിച്ച എനിക്ക് ദൈവം എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്റെ ശരീരത്തിന്. എന്നുവെച്ചാൽ ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണനാവുന്നത് 2024 ദൈവം എന്നെ പൂർണ്ണമായി ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച്. പിന്നെ എന്റെ ദേവദാസനെ ഞാൻ കണ്ട് സംസാരിച്ച് അവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ സ്വഭാവത്തിന്റെ രീതിയെ മാറ്റി. എന്ന് വെച്ചാൽ ഞാൻ എന്റെ റൂമിന്റെ അകത്ത് വലിയൊരു പടം വരച്ചിട്ടുണ്ടായിരുന്നു. അത് സംഭവം ഞാൻ വരച്ചത് ഒരു കുതിരയായിരുന്നു. പക്ഷെ അത് കുതിരയല്ല, ഒരു ചെറിയൊരു ചെറിയൊരു ഒരു പട്ടിയുടെ ഒരു പടമായിരുന്നു. ആ പട്ടിയുടെ പടത്തിൽ ഞാൻ നിന്നിട്ട് എന്റെ ബൈബിൾ എടുത്ത് അതിൻ്റെ അകത്ത് എനിക്ക് വെച്ചിട്ട് എനിക്ക് കയറി നിൽക്കണം. അങ്ങനെ എനിക്കൊരു പൈശാചിക ശക്തി ഉണ്ടായിരുന്നു. അതെന്റെ ലാസ്റ്റ് ടൈമിലായിരുന്നു. ഞാൻ മരിക്കുന്ന ആ ഒരു സമയത്ത് മരിക്കാൻ വേണ്ടി നിന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് യേശുവിനെ അറിയാതെ ഞാൻ അകന്നു പോയി. യേശുവിനെ ആ ഒരു സാന്നിധ്യം അനുഭവിച്ചില്ല. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കൂടെ നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണരാകുക. എന്താണ് ക്രിസ്തുവിൽ പൂർണ്ണ? നമ്മൾ നടക്കുമ്പോഴും ക്രിസ്തുവിലായിരിക്കണം, നമ്മുടെ നിൽപ്പ് ക്രിസ്തുവിലായിരിക്കണം, നമ്മൾ പറയുന്ന ഭാഷ ദൈവത്താൽ സംസാരിക്കുന്ന ക്രിസ്തുവിലായിരിക്കണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്താണ് ദൈവത്തിന്റെ ശക്തി നമ്മളിലുണ്ടെന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അതിന്റെ അകത്ത് യേശുവിനെ ഞാൻ മനസ്സിലാക്കിയപ്പം യേശുവിന്റെ അകത്തളത്തില് എന്ന് വെച്ചാൽ എന്റെ പഴയ മനുഷ്യനല്ല ഞാൻ കണ്ട, എന്റെ പുതുക്കത്തിലുള്ള ഒരു മനുഷ്യൻ ക്രിസ്തു എന്റെ ജീവിതത്തിന്റെ അകത്ത് എന്റെ അകത്ത് ഞാൻ ക്രിസ്തുവിനെ സന്തോഷിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ പോകുന്ന റൂട്ട് വർക്കല എന്ന ദേശത്തിന്റെ അകത്ത് ഞാൻ നിൽക്കുമ്പോൾ ക്രിസ്തു എന്റെ കൂടെ ഉണ്ടെന്നൊരു സന്തോഷമാണ്. അതെന്ന് വെച്ചാൽ ഞാൻ നിന്ന ദേശം അങ്ങനെയാണ്, വർക്കല ദേശം അങ്ങനെയാണ്. വർക്കല ക്ലിഫ്, വർക്കല പാവനാശത്ത് കഞ്ചാവും മദ്യപാനവും മയക്കുമരുന്നും MDMA കൊടുത്തിട്ടുണ്ടെന്ന ഞാനായിരുന്നു. അതിൽ നിന്നെല്ലാം ദൈവം എന്നെ മാറ്റി. ഇപ്പൊ ക്രിസ്തുവിന് വേണ്ടി ഓടുക, ക്രിസ്തുവിന് വേണ്ടി നടക്കുക. ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരുമ്പോ, ക്രിസ്തുവിനെ രൂപാന്തരപ്പെടുമ്പോ, ഞാൻ പഴയ മനുഷ്യനല്ല, എന്നിലായിരിക്കുന്ന ഒരു പുതിയ മനുഷ്യൻ സജീവം എന്നുള്ള ഒരു വ്യക്തിയെ കാണണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ ധരിക്കുക. ക്രിസ്തുവിനെ തേജസ്കരിക്കുക. എന്താണ് തേജസ്? മഹത്വത്തിന്റെ ശക്തി നമ്മുടെ മേൽ പകരുമ്പോൾ, ക്രിസ്തുവിന്റെ മഹത്വം എന്റെ മേൽ പകരുമ്പോൾ ആ തേജസ് എന്റെ തലയ്ക്കകത്താണ്. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേലുണ്ട്. എന്റെ സഹോദരന്മാർ, എന്റെ കൂട്ടുകാരന്മാർ പലവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. അവൻ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് അവന്റെ ജീവിതത്തിൽ ഒന്നും നടന്നിട്ടില്ലെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞ എന്റെ ജീവിതത്തിൽ ഒന്നും നടന്നിട്ടുണ്ട്. ഞാൻ പറയടാ, ഞാൻ നിങ്ങളൊക്കെ
ഓരോ സ്ഥലത്ത് ഓരോ പണയിലും ഓരോ വയലിലും ഓരോ സ്ഥലങ്ങളിലും അഴുക്കിലും അതിലൊക്കെ പോയി കിടന്ന് എനിക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞു. എന്നെ അമ്മ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഭാര്യയില്ല, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളിൽ എന്നെ കളിയാക്കുമ്പോഴും ഞാൻ വിഷമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്റെ ഭാര്യനെ കൊണ്ടുവന്നപ്പം എടാ ഞാൻ ക്രിസ്തുവിലാണ് എന്റെ ഭാര്യയും എന്റെ കുടുംബവും ഞാനും വന്നത്. അപ്പൊ എനിക്ക് അതിനേക്കാളും ഞാൻ കാണുന്നത് എന്റെ യേശുപ്പച്ചനെയാണ്. അല്ലെങ്കിൽ ഞാൻ കാണുന്നത് എന്റെ കൂട്ടുകാരന്മാരിൽ ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. വർക്കല ദേശത്തിന്റെ അകത്ത് ഞാൻ താമസിക്കുന്ന അകത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില അന്ധകാര ശക്തികൾ മാറാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് എന്താണോ നമ്മുടെ നാവിൽ തരുന്നത്, പരിശുദ്ധാത്മാവ് എന്താണോ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് തരാൻ പോണത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണനാകുക. ആമേൻ. സ്തോത്രം. അത് നമ്മളുണ്ടായിരിക്കുന്ന ജഡമാണ്. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ സ്തോത്രം എന്തായിരിക്കണം? ക്രിസ്തുവിലായിരിക്കണം. പുറമേ ഉള്ളതിനല്ല ഞാൻ നോക്കിയത്, ഞാൻ എന്റെ അകത്തെ ഉള്ള മനുഷ്യൻ. ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും. സ്തോത്രം. ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ആവശ്യത്തിന് ഞാൻ ദൈവത്തിനോട് ചോദിക്കാൻ തുടങ്ങി. ദൈവം എന്റെ കുടുംബത്തിൽ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ തന്നെ എനിക്ക് ഓരോ ദിവസം മീറ്റിങ്ങുകളൊക്കെ തരാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ മീറ്റിംഗ് എത്താൻ തുടങ്ങി. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം കൃപ തന്നു. ഏറ്റവും പ്രാർത്ഥന എന്റെ സഹോദരങ്ങൾ ഓരോ ദിവസവും എനിക്ക് എന്ന സഹോദരങ്ങൾ ഓരോ ഭവനത്തിലുള്ള ഓരോ സഹോദരങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അനുഭവത്തിൽ നിന്ന് വന്നവനെ അതിൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടെന്ന് വെച്ചാൽ യേശു എന്നോട് സംസാരിച്ച് നിശ്ചയമായിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി എന്റെ ശരീരം മൊത്തം ഞാൻ മുമ്പ് ചാർജികൾക്കും എന്റെ കൂട്ടുകാരന്മാർക്കും ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് നിൽക്കുന്നത് യേശുവിന് വേണ്ടിയാണ്. ഞാൻ എന്തൊക്കെ ചെയ്യണമെങ്കിൽ യേശുവിന് വേണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ, അതിൽ മാത്രമേ എനിക്ക് സ്വസ്ഥത കിട്ടുള്ളൂ, അതിൻ്റെ അകത്ത് മാത്രമേ എനിക്ക് എന്റെ വേദന മാറാൻ പറ്റുള്ളൂ. അല്ലല്ലേ സ്തോത്രം. എനിക്ക് അങ്ങനെ ഞാൻ MDMA അടിച്ച് എനിക്ക് ബോധമില്ലാത്ത സമയത്ത് അങ്ങനെ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ 90 ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. സൂത്രം. അങ്ങനെയൊക്കെ പോയതിനു ശേഷം ദൈവം എന്നെ എന്ത് ചെയ്ത് അതിന്നല്ലേ എന്റെ ഭാര്യയുടെ കരച്ചിന്റെ അകത്ത് സൂത്രം ദൈവത്തിന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്ത് ഞാനും എന്റെ കുടുംബവും സൂത്രം ഇപ്പം ക്രിസ്തുവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ സൂത്രം നമ്മൾ ചെറിയൊരു പ്രാർത്ഥന സൂത്രം കൂട്ടായ്മ സൂത്രം ഹെവലി ടെന്റ് സൂത്രം ശോഭൻ രാജ് പാസ്റ്റർ അതിന്റെ അകത്ത് ആ പാസ്റ്ററിന്റെ അസിസ്റ്റന്റ് ശോഭൻ രാജ് പാസ്റ്റർ ഞാനായിട്ട് ബന്ധപ്പെട്ട് സൂത്രം നമ്മളൊരു ആത്മീയ മക്കളും അങ്ങനെയാണ് സൂത്രം പ്രാർത്ഥിച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുക. എനിക്ക് പ്രാർത്ഥന ഇവിടെ വരുമ്പോഴും ഈ ചർച്ചിൽ ഞാൻ വരുമ്പോഴും എന്റെ പോക്കറ്റിൽ ഞാൻ കൊണ്ടുവന്ന പേഴ്സിലെ ബാഗിലാണെങ്കിലും ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ ഞാൻ ലഹരിയായിട്ടാണ് ഈ പ്രാർത്ഥന ഹാളിൽ വരുന്നത്. സ്വത്രം. ഈ പ്രാർത്ഥന ഹെവലി ടെന്റിന്റെ ഇതിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നത് സ്വത്രം കഞ്ചാവ് സിഗരറ്റ് സ്വത്രം ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു വിശ്വാസി പറഞ്ഞാണ് സ്വത്രം. അതിൽ നിന്നാണ് ദൈവം എന്നെ മാറ്റിയെടുത്തത്. ഈ പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇതിന്റെ അകത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ പ്രാർത്ഥന തുടങ്ങിയപ്പോ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. എന്തോ എന്റെ മനസ്സന്ന് രാത്രി 2024 എന്റെ സ്വത്രം ദൈവം സ്വത്രം എന്നോട് ഇടപെടാൻ തുടങ്ങി. അന്ന് രാത്രി ഇടപെടാൻ തുടങ്ങി, എന്നിൽ ചലിക്കാൻ തുടങ്ങി. സ്വത്രം. അത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണെന്ന് പിന്നെ മനസ്സിലായി. സ്വത്രം. പിന്നെ ഞാൻ പോയി നിന്നത് സ്വത്രം കരിക്കൽ ക്ഷേത്രത്തിൽ നിന്ന്, ആ ക്ഷേത്രത്തിൽ നിന്നും വേറൊരു പോറ്റിയുടെ കൂടെ വർക്കല എന്ന സന്തോഷം എന്ന് പറഞ്ഞ ഒരു പോറ്റിയുടെ കൂടെ സ്വത്രം. ആ പോറ്റിയുടെ 1 വർഷം വരെ ഞാൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 2000 സ്വത്രം 2022-23 വരെ പകുതി ടൈമിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താണ് അവരോടൊക്കെ ഇതൊക്കെ പഠിക്കണം അങ്ങനെയൊക്കെ. പക്ഷെ ഈ പുള്ളിക്കാരനെ കാരണം സ്വന്തം എന്റെ പറഞ്ഞു മുട്ടയൊക്കെ മുടിയടിക്കാൻ പറഞ്ഞു. മുടിയൊക്കെ അടിച്ച് മുട്ടയൊക്കെ അടിച്ച് 2 കാലിൽ കടുക്കനെ കെട്ട് വലിയ കുറിയൊക്കെ ഇട്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒന്നും അല്ലെന്നേ. ദൈവത്തിന്റെ സ്നേഹം എന്നിൽ വന്നപ്പം ഞാൻ വിചാരിച്ച അതൊന്നും ഒന്നുമല്ല. സ്വത്രം. ആ പോറ്റിനെ കാണാൻ കൊട്ടാരക്കരയിൽ നിന്നും സ്വത്രം അനേക സ്ഥലങ്ങളിലെ ജനം വരുമ്പം ഒരു സ്ത്രീക്ക് സ്വത്രം പുനലൂരുള്ള ഒരു സ്വത്രം സഹോദരിക്ക് അങ്ങനെ പൈശാചികമായിട്ട് ബന്ധനത്തിലായിരുന്നു. സ്വത്രം. അങ്ങനെ ഈ സഹോദരി സ്വത്രം ഈ പോറ്റി എന്നെ അടുത്തോട്ട് കൊണ്ടുവരുന്നു. അപ്പോഴേ എന്ന് വെച്ചാൽ ഈ പോറ്റിയുടെ അടുത്ത് ഈ നാരങ്ങയും ഈ നാരങ്ങയും എണ്ണയും ഇവരെ ഉള്ളിൽ കൊടുക്കുന്നത് ഞാനാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. സ്വത്രം. അപ്പൊ ഈ സഹോദരി എന്റെ ഒക്കെ പറയുന്നത്, അയ്യോ നിങ്ങൾ ഇതിന്റെ അകത്ത് വരണ്ട, നിങ്ങൾ എന്തിനാ വരണേ, നിങ്ങൾ മാറിപ്പോ. പക്ഷെ എനിക്കറിയാം
ദൈവത്തിന്റെ അഭിഷേകം എന്നിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി. ആമേൻ സ്തോത്രം. ഇപ്പാണ് ഞാൻ മനസ്സിലായി ദൈവം എന്നെ പൂർണ്ണനാക്കിയെന്ന്. ഹല്ലേലൂയ. ആ സഹോദരി അന്ന് എന്നെ കാണുമ്പോൾ പേടിച്ചോടിയിട്ടുണ്ട്. ആമേൻ. ദൈവം തന്ന ഒരു അധികാരം നമുക്കുണ്ടെന്നേ. അല്ലെങ്കിൽ ദൈവം ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ബലമില്ലാത്ത ഇടത്ത് ദൈവം നമുക്ക് തരുന്നത് ശിംശോന്റെ ഒരു ബലം അല്ലെങ്കിൽ അസ്തോത്രം. സ്വത്രം ദൈവത്തിന്റെ ബലം നമ്മുടെ മേൽ പകരുമ്പോൾ സ്വത്രം അസാധാരണമായിട്ടുള്ള ഒരു ബലമല്ല, മഹത്വത്തിന്റെ ബലം, അഭിഷേകത്തിന്റെ ബലം. സ്വത്രം ദൈവം എനിക്ക് തന്ന ഒരു ബലം ശിംശോനെ. ഞാൻ ഓരോ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം എനിക്ക് ദൈവത്തിന്റെ ബലം എന്റെ മേൽ പകരണമേ എന്നുവെച്ചാൽ 90 ദിവസം കഴിയുമ്പോൾ പിന്നെ ഞാൻ ടയർഡാവുകയാണ്. പിന്നെ എന്റെ ഒരു സുഹൃത്ത് സ്വത്രം സുമേഷ് എന്ന് പറയും, ആ ചേട്ടന്റെ സ്വത്ര അനിയൻ മകേഷ് അല്ലെ, അവർ മെന്റൽ ഡിസോർഡർ ആയിരുന്നു, മെന്റലായിരുന്നു, മെന്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു. സ്വന്തം ഈ 1-ാം തീയതി ഈ ദിവസങ്ങളിൽ എന്റെ പൈസ ഇല്ലാത്ത സമയത്ത് ഈ ബ്രദറിനൊക്കെ ഞാൻ പോയി എന്താണ് സി ബ്ലാഗ് എന്ന് പറഞ്ഞ ഒരു ഗുളിക, സ്വന്തം മെന്റലി ഗുളികയാണ് സി ബ്ലാഗ്. അങ്ങനെ ആ ഗുളിക ഞാൻ കഴിക്കുമ്പോൾ സ്വന്തം ഒരു സ്വന്തം ജീരക സോഡയില് സ്വന്തം 3 ഗുളിക സ്വന്തം അടിച്ചു കഴിക്കുന്നു. എന്താ എനിക്ക് ലഹരിയാണ് ഏറ്റവും എന്റെ പ്രധാനം. പക്ഷെ എന്റെ ലഹരി ഇപ്പൊ ക്രിസ്തുവാ. ഞാനിപ്പൊ ക്രിസ്തു എന്റെ ലഹരി. സ്വത്രം ഞാൻ വിശ്വസിച്ചപ്പോൾ ദൈവം എനിക്ക് ഒരു വഴികൾ തുറന്നു, വാതിലുകൾ തുറന്നു. പത്രോസിന്റെ വാക്കുകൾ ഞാൻ കേട്ട് പത്രോസിനോട് ദൈവം പറഞ്ഞത്, പത്രോസെ നിന്റെ പടക് നീ മുന്നോട്ടിറക്കുക. രാത്രി മുഴുവൻ അധ്വാനിച്ച് സ്വത്രം ഒന്നും കണ്ടിട്ടില്ലല്ല. സ്വത്രം എന്നെ ദൈവം സ്വത്രം മറ്റൊരു പടകിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ ചിന്തിച്ചു, എന്റെ പടയനെ ദൈവം നിറയ്ക്കാൻ തുടങ്ങിയെന്നേ. ഹല്ലേലൂയ. അതുപോലെ സഹോദരങ്ങളെ, എന്റെ ദൈവം നമ്മളെ ഓരോരുത്തരും ഈ സ്വത്രം ഇന്ന് നിങ്ങളെ മുഖാമുഖമായിട്ട് കാണുവാൻ ദൈവം നമ്മളെ എല്ലാത്തിനും ഒരുക്കിയത്. സ്വത്രം നാം വിചാരിക്കുന്ന കാലം നനയ്ക്കുന്ന അത്യന്തപരമായിട്ടാണ്. ദൈവം ഞാൻ ചിന്തിക്കുന്ന വഴിയിലല്ല ദൈവത്തിന്റെ പദ്ധതി. സ്വത്രം ഞാൻ പോകുന്ന വഴിയിലല്ല ഞാൻ പോകുന്ന സ്വത്രം എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു വഴിയിലേക്കാണ് ഞാൻ പോയത്. പക്ഷെ ക്രിസ്തു എന്നിൽ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത് സ്വത്രം എന്റെ സകലത് ഞാൻ വിട്ടു. എന്റെ ക്ഷമ, എന്റെ പാപം, എന്റെ കൺമുഖം, എന്റെ ശരീരത്തിന്റെ അകത്ത് സ്വത്രം ഞാൻ ഫാസ്റ്റിങ്ങിന്റെ നിന്നും ദൈവത്തിന് വേണ്ടി ഞാൻ വില കൊടുക്കാൻ തുടങ്ങി. സ്വത്രം ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് നടക്കാൻ പറ്റും. സ്വത്രം അന്ന് എന്നോട് സ്വത്രം 10 സ്വത്രം 50 കൂട്ടുകാരന്മാരുള്ള സമയത്ത് ഞാൻ നടക്കുമ്പോൾ സ്വത്രം അതിനേക്കാൾ എനിക്ക് അല്ലെങ്കിൽ ആ സ്വത്രം അതിനേക്കാൾ എനിക്ക് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരാണ് എന്റെ കൂടെ നടക്കുന്നത്. സ്വത്രം അന്ന് എന്റെ കൂടെ ഇത്രയും കൂട്ടുകാരന്മാർ നടക്കുമ്പോൾ സ്വത്രം പല ലഹരികളും കൊണ്ട് നടക്കുമ്പോൾ അന്ന് ഞാൻ സ്നേഹിച്ച എന്റെ കൂട്ടുകാരന്മാർ ആരുമില്ലായിരുന്നു. എന്ന് എനിക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ പ്രാർത്ഥിക്കുവാൻ ദൈവദാസന്മാരുണ്ട്, ദൈവസഭയുണ്ട്. അതാണ് എന്റെ ദൈവത്തിന്റെ വലിയൊരു കരം. സ്വത്രം ഞാൻ വിചാരിക്കുന്ന കളി എന്റെ ദൈവം എന്ന ഓരോ ദിവസവും ഹല്ലേലൂയ ഓരോ ദിവസം എന്നെ പണിയാൻ തുടങ്ങി. സ്വന്തം ഇങ്ങനെ പോവും, ഇങ്ങനെ ചില തെറ്റിലേക്ക് പോയപ്പോഴും ഞാൻ അറിയുന്നില്ല. എന്നിട്ട് എനിക്ക് വിശ്വാസമില്ല, യേശുവിനെ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് പിന്നെ വിശ്വാസമായി. സ്വന്തം ഈ സഹോദരി അവിടെ നിന്ന് നിലവിളിക്കാൻ പറഞ്ഞു, അയ്യോ ഈ വ്യക്തി വേണ്ട, എന്തിനാ എന്റെ അടുത്ത് വരണേ, എന്തിനാ ഇവനെ എന്റെ അടുത്ത് കൊണ്ടുവരണേ. അപ്പോഴും മനസ്സിലായി ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി എന്റെ മേലുണ്ടെന്ന്. ദിവസങ്ങളിൽ ഞാൻ പിന്നെ ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. സ്വത്രം അന്നത്തെ ചിന്ത ഞാൻ പിന്നെ ചിന്തിച്ച്, ദൈവം എന്നെ ഇതിനു വേണ്ടിയാണല്ലോ ഒരുക്കിയെന്ന്. സ്വത്രം ഒരു വീട്ടിൽ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ഈ കഴിഞ്ഞതിന്റെ അങ്ങേ മാസം ആറ്റെങ്കില് സ്വത്രം അങ്ങനെ പ്രാർത്ഥിക്കാൻ പോയി. അവിടുത്തെ സഹോദരിക്കും 2 കുഞ്ഞുങ്ങൾക്കും അങ്ങനെ പൈശാചിക പോരാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ അഭിഷേകം ഞാൻ ഇപ്പാണ് ചിന്തിച്ചത്, ദൈവം എന്റെ കയ്യിൽ പൂർണ്ണമായിട്ട് തന്നിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ അത് ശക്തി നമ്മളെ എന്താണ് കാണണമെന്ന് ഞാൻ പിന്നെ മനസ്സിലായി. ക്രിസ്തുവിലുള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റിയത്, ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റിയത്. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഞാൻ ഇതിനകത്ത് ഔട്ടായി പോയേനെ. സ്വത്രം പലമായ കേസുകൾ, പലമായ വിഷയത്തിന്റെ നടുവിൽ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ സ്വത്രം വീട്ടിന്റെ അകത്ത് കയറത്തില്ല, രാത്രിയാകും. എന്റെ ഭാര്യ സ്വത്രം എന്നെ കാത്തു നിൽക്കുന്ന എന്റെ ഭാര്യ എന്നെ കാത്തു ഇരിക്കുന്ന ചോറാട്ട് നിൽക്കുന്ന തോറും ഭക്ഷണം കൊണ്ട് നിൽക്കുന്ന എന്റെ ഭാര്യ വരുമ്പോൾ സ്വത്രം ഇങ്ങനെ പറയും, ഹല്ലേലൂയ. ഭയങ്കരമായ വിഷയത്തിന്റെ അകത്താണ്. എന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവല്ലായിരുന്നു. രാത്രി 1 മണി 2 മണിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബം നോക്കുന്ന ഒരു നാഥൻ അല്ലെങ്കിൽ ആ കുടുംബത്തിലേക്ക് കയറി വരുമ്പം എന്റെ ഭാര്യ ചോറ് വിട്ട് വെക്കുമ്പം ഭക്ഷണം ഒരുക്കി നിൽക്കുമ്പം ഞാൻ എന്ത് ചെയ്യും, കഞ്ചാവ് അടിച്ച് വെള്ളം ഒടിച്ചിട്ട് എന്റെ അലമാര, വലിയൊരു അലമാരയുണ്ട്, കണ്ണാടി നോക്കിയിട്ട് കോപ്രായം കാണിക്കുന്നു, ചിരിക്കുമായിരുന്നു. പക്ഷെ അത് ഞാനല്ലായിരുന്നു. സ്വത്രം ഇപ്പൊ ദൈവം പറയണത് ഹല്ലേലൂയ, എന്റെ ഭാര്യ
ഭാര്യയെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാതെ കൈകൊടുത്ത് കരയാത്ത ഒരു ദിവസമില്ല. എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ജീവിതത്തിന്റെ അകത്ത് വന്നപ്പം ഹല്ലേലൂയ, എവിടെയൊക്കെ കുടുംബം ശത്രു തകർക്കാൻ നോക്കിയിട്ടുണ്ടോ അതിന്റെ അകത്ത് വലിയൊരു വിജയമാക്കുന്ന ദൈവം. അല്ലെങ്കിൽ കോടതി മുഖാന്തരം ചെയ്ത് ഡിവോഴ്സിന്റെ വക്കീല് എത്തിയതായിരുന്നു. ഹല്ലേലൂയ സ്വത്രം 2023 വേണ്ട പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഈ സജീവ് ബ്രദർ അല്ലെങ്കിൽ സജീവിനെ എന്റെ ചേട്ടനെ എനിക്കിനി വേണ്ട ഫുള്ളായിട്ട് ഉപേക്ഷിച്ച് ആമേൻ സ്വത്ര. എന്നിട്ട് ഞാൻ ഹല്ലേലൂയ ക്രിസ്തുവിൽ പൂർണ്ണനാകുന്നത് ആമേൻ സ്വത്ര 2024 ആമേൻ സ്വത്ര ഞാൻ ഈ സഭയിൽ വന്ന് കരയാൻ തുടങ്ങി, അല്ലെങ്കിൽ സഭയ്ക്കകത്ത് മുട്ടുകുത്താൻ തുടങ്ങി. അല്ലെങ്കിൽ അന്ന് എന്റെ ദൈവം പറയുന്നത് ഒരു വാക്തത്വം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് കാണിച്ചെന്ന ഒരു ദർശനം. അല്ലെങ്കിൽ അസ്വത്രം ഞാൻ നിൽക്കുന്ന ഒരു ഇരുണ്ട നിലത്ത്, ഒരു ഇരുണ്ട എമൻ സ്വത്ര ഒരു നിലത്ത് നിൽക്കുകയായിരുന്നു. എമൻ സ്വത്ര അതിന്റെ അകത്ത് ഒരു തണൽ പോലും ഇല്ല. പക്ഷെ ഞാൻ നോക്കിയപ്പോ എന്റെ ബാക്കിന്ന് ഭയങ്കരമേറി, ഞാൻ നിൽക്കുന്ന ഇരുണ്ട ഭൂമിക്കകത്താണെങ്കിലും എമൻ സ്വത്ര അതിന്റെ അകത്ത് ബാക്കിന്ന് ഭയങ്കര ഒരു തണൽ എന്നെ മൂടുന്ന കണക്ക്. അല്ലെ അന്ന് ഞാൻ ജനുവരി ഹല്ലേലൂയ ഇന്ന് 2024 ഫസ്റ്റ് ഡേ എനിക്ക് ദൈവം തന്ന ദർശനം ഹല്ലേലൂയ എന്നെ വലിയൊരു തണൽ ഇങ്ങനെ വന്ന് മൂടുന്നതായിട്ട്. ആമേൻ സ്വത്രം. അന്ന് ഞാൻ കരയാൻ തുടങ്ങി, അന്ന് ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. ആമേൻ സ്വത്രം. പിന്നെ രണ്ടാമത് കണ്ട ഒരു ദർശനം ഹല്ലേലൂയ സ്വത്രം ദൈവമേ ഹല്ലേലൂയ. ആ ദർശനം കണ്ട് പിന്നെ രണ്ടാമത്തെ ദർശനം ഹല്ലേലൂയ സ്വത്രം ഭയങ്കര ഒരു വലിയൊരു മീൻ ഹല്ലേലൂയ അത് ഇങ്ങനെ പാറ ഇടുക്കിൽ ഇങ്ങനെ കിടക്കുന്നു, ചെടിയിൽ ഇങ്ങനെ പൂന്തി കിടക്കുന്നു. ആമേൻ സ്വത്രം. അന്ന് ഞാൻ പ്രാർത്ഥിക്കത്തൊന്നുമില്ല, എനിക്ക് ബൈബിളൊന്നും അങ്ങനെ വായിക്കുന്നതും അതൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഈ വിഷയം വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എന്തിനാ എനിക്ക് ഇങ്ങനെ കാണിച്ചത്? അങ്ങനെ ഞാൻ എന്റെ ദൈവദാസൻ ഷാജി പാസ്റ്റർ ആമേൻ സ്വത്രം ആ പാസ്റ്ററിനെ വിളിച്ചു, പാസ്റ്റർ ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ട്. അങ്ങനെ ആ പാസ്റ്റർ പറഞ്ഞു, സജി ബ്രദർ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, ഈ ദിവസങ്ങൾ രൂപ ഒരുക്കണം എന്ന് പറഞ്ഞു. ആമേൻ സ്വത്രം. ഇത്ര ഒരുക്കൊന്നും ഞാനും അറിഞ്ഞില്ലായിരുന്നേ. ദൈവം തന്നപ്പം നല്ലവണ്ണം തന്നെന്ന്. ദൈവം തന്നപ്പോ നല്ല തൃപ്തിയോടെ എനിക്ക് തരാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ സ്വത്രം അതിന്റെ അകത്ത് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എന്റെ ആമേൻ സ്വത്രം ഷാജി പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു മീൻ, ഭയങ്കര ഒരു മീൻ ചെളിയിൽ ഇങ്ങനെ പൂന്തി കിടക്കണത്. പക്ഷെ എനിക്കറിയത്തില്ല, ഞാനാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആമേൻ സ്വത്രം. അതിനെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാഴ്ച കണ്ടിന്യൂസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം പിന്നെ എനിക്ക് ആ ദർശനം പിന്നെ തെളിയിക്കാൻ തുടങ്ങി. നല്ലൊരു മീൻ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ പോകുന്നതായിട്ട്. ആമേൻ സ്വത്രം. എനിക്ക് മനസ്സിലായി ആ മീൻ ഞാനായിരുന്നു. നല്ലൊരു തണലിലും നല്ല തിരിഞ്ഞിലേക്ക് പോകണമെന്ന് മനസ്സിലായി. ആമേൻ സ്വത്രം. ആമേൻ സ്വത്രം. പിന്നെ എനിക്ക് ആമേൻ സ്വത്രം പ്രാർത്ഥന കിട്ടി, പിന്നെ എനിക്ക് ആരാധന കിട്ടി, ദൈവമായിട്ട് നല്ലൊരു ബന്ധം ചെയ്യാൻ പറ്റി. പിന്നെ എനിക്കിപ്പോ സഹോദരൻ എന്റെ കൂട്ടുകാരന്മാരെ കാട്ടിയും എന്റെ മറ്റുള്ള പേഴ്സണൽ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, അവരെ കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നെ നടത്തുന്നതും ആണ് എന്റെ ഏറ്റവും വലിയ സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. ദൈവം തന്നപ്പോ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ തന്ന്, പാടുവാനുള്ള സൗകര്യങ്ങൾ തന്നെ, മീറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തന്നെ സ്വത്രം. ഞാൻ ഇഷ്ടം പോലെ പിന്നെ എന്റെ ആത്മീയ പിതാവ് ശോഭൻ രാജു പാസ്റ്റർ അല്ലെങ്കിൽ അവരെ സഭയിൽ കൂടെയാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. ഹെവലി ടെന്റ് സ്വത്രം ഗ്ലോബൽ വർഷം അല്ലെങ്കിൽ സ്വർഗീയ കൂടാരം ചുള്ളിമാനൂര് ആ സഭയ്ക്കകത്ത് ഞാൻ കയറിയപ്പം സ്വത്രം ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി സ്വത്രം. പല ദൈവദാസന്മാരെ എന്റെ അടുക്ക വന്ന് ദൂത് പറയുന്നു, ചില ദൈവദാസന്മാർ വന്ന് എന്റെ അടുക്ക പ്രവചിക്കുമായിരുന്നു, ചില ദൈവദാസന്മാർ വന്ന് എന്റെ അടുക്ക സംസാരിക്കുന്നു, പേഴ്സണലായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ദൈവദാസ ആത്മീയ പിതാവ് എന്റെ അടുക്ക സംസാരിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങി. സജീവ് എന്നുള്ള വ്യക്തി ദൈവസ്വത്രം ഏത് നിലത്തിലാണോ കിടന്നത് സ്വത്രം. പിന്നെ ഞാൻ പിന്നെ കണ്ടത് പിന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പം അല്ലല്ല മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവം. സ്വത്രം. ഞാൻ നിന്ന ഇവിടെ ഇരുണ്ട നിലത്താണ്. സ്വത്രം. എന്റെ കൂട്ടുകാരന്മാര്, എന്റെ സഹോദരങ്ങള്, എന്റെ എല്ലാരും പിന്നെ എന്നെ തള്ളിക്കളയാൻ തുടങ്ങി. എന്നുവെച്ചാ ഒരു ബോധമില്ലാത്ത മനുഷ്യൻ, ഒരു ബോധമില്ലാത്ത മനുഷ്യൻ. ഹല്ലേലൂയ സ്വത്രം. കയ്യില് സ്വത്രം കഞ്ചാവും മയക്കുമരുന്നും അങ്ങനെയൊക്കെ നടന്ന ഒരു വ്യക്തിനെ യേശു തൊട്ടു. ഇപ്പൊ ഞാൻ പറയുന്ന എന്റെ യേശുവിന് വേണ്ടി അനേക സാക്ഷ്യങ്ങൾ, അനേക ദൈവമക്കള്, അനേക സുവിശേഷം പറയാൻ ദൈവം എന്നെ ഇടയാക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളില്. സ്വത്രം. അതാണ് എന്റെ ദൈവം തന്നെ എനിക്ക് പൂർണ്ണത. ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ നടക്കുക, ക്രിസ്തുവില് മഹത്വീകരിക്കുക. സ്വത്രം. എനിക്ക് ഇത്രയും തന്ന സ്വത്രം. അതുപോലെ ദൈവം
ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. പേഴ്സണൽ പ്രാർത്ഥനയിൽ സ്തോത്രം ദൈവം നടത്താൻ തുടങ്ങി. പേഴ്സണൽ ആരാധനയ്ക്ക് ഹല്ലേലൂയ മാറ്റി വെച്ചത് തള്ളിക്കളഞ്ഞവര് സ്തോത്ര വെറുക്കപ്പെട്ടവരെ ഇടയില് ദൈവം മാനിക്കാൻ തുടങ്ങിനെ. സ്തോത്രം മാറ്റിക്കളഞ്ഞവരുണ്ടായിരുന്നു. ഈ വ്യക്തിനെ വീട്ടിൽ കയറാൻ കൊള്ളത്തില്ല. ഹല്ലേലൂയ, ഈ വ്യക്തിനെ ഇനി വീട്ടിൽ കയറാൻ പറ്റത്തില്ലെന്നേ. ഈ വീട്ടിൽ ഇതിന്റെ അകത്ത് ഇവൻ കയറാൻ കൊള്ളത്തില്ല, ഇവനെ കൊണ്ട് ഇനി ഒരു ഉപയോഗമില്ല എന്ന് പറഞ്ഞിടത്ത് ദൈവത്തിന് അത്ഭുതമായിട്ട് ഓരോ വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓരോ കൂട്ടുകാരന്മാർക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ കൂടെ മദ്യത്തിലും മയക്കുമരുന്ന് നിന്ന കൂട്ടുകാരന്മാർക്ക് ഞാൻ ആരാധിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്റെ ദേശം വിടുവിക്കാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. ദൈവം കണ്ടത്, ദൈവം തന്ന ഒരു ദർശനം അതായിരുന്നു, ഇരുണ്ട നിലത്ത് നിന്നും ബാക്കിൽ നല്ലൊരു തണൽ വരണായിട്ട്. ആമേൻ. ദൈവത്തിന്റെ ആ ഒരു തണലിലേക്ക് ഞാൻ നിൽക്കാൻ തുടങ്ങിയപ്പം ദൈവം എന്നെ മാനിക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ അറിയാത്ത സ്തോത്രം ബന്ധങ്ങൾ, കൂട്ടുബന്ധങ്ങൾ ഞാൻ മാറ്റി. അല്ലെങ്കിൽ ആ സ്തോത്രം ഞാൻ ശക്തമായിട്ടാണ് പറഞ്ഞത് നിങ്ങളോട്. എന്റെ ചില കൂട്ടുബന്ധങ്ങൾ മാറ്റി, എന്റെ ചില കൂട്ടു സഹോദരങ്ങളടക്കം സ്തോത്രം എന്റെ അത്യാവശ്യ സ്തോത്രം അറിയാവുന്ന കൂട്ടുകാരന്മാരൊക്കെ മാത്രം എന്നുവെച്ചാൽ ആത്മീയത്തിൽ ഞാൻ നടക്കുന്ന പഴയ സജീവായിട്ടല്ല നടക്കുന്നത്. ഞാൻ നടക്കുന്ന ക്രിസ്തുവില്. സ്തോത്രം. ക്രിസ്തു എന്നെ വന്നപ്പോ ഞാൻ നടക്കുന്ന സജീവ് ഹല്ലേലൂയ ക്രിസ്തുവിലെ നടക്കേണ്ടത്. അപ്പൊ ദൈവം എന്നെ ഓരോ ഇതിലായിട്ട് ദൈവം എന്നെ നടക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ഇന്ന് ഓരോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം ഓരോ മാധ്യമങ്ങൾ കാണുമ്പോഴും ഏറ്റവും സങ്കടകരമായ മാധ്യമങ്ങളാണ് ഞാൻ കാണുന്നത്. 2001 ഈ സംഭവം ഞാൻ ഉപയോഗിക്കുമ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഇപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും MDMA കുറിച്ച് സംസാരിക്കുമ്പോഴും സത്യം മനസ്സ് ഭയങ്കര വേദന. എന്തെന്നാ ഇപ്പോഴത്തെ തലമുറ കാണിക്കുന്നത്? ഇപ്പം പല ദേശത്തിന്റെ അകത്ത് കൊലപാതകവും, പല ദേശത്തിന്റെ അകത്ത് സ്തോത്രം സ്ത്രീകളും ഇപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പല ഇടങ്ങളിലും അല്ലല്ലേ എപ്പോഴൊക്കെ ലഹരിയുടെ സ്തോത്രം നമ്മൾ കേൾക്കുന്ന മാധ്യമങ്ങളിലും ലഹരി സ്തോത്രം അല്ലെങ്കിൽ സ്വതന്ത്ര കുഞ്ഞുങ്ങൾ സ്വന്തം മാതാവിനെ കൊല്ലുന്നു, പിതാക്കന്മാരെ കൊല്ലുന്നു. സ്തോത്രം. അല്ലെങ്കിൽ സ്വതന്ത്രം ഇപ്പം ബോധമില്ലാതെ വീട്ടിൽ കയറുന്നു. എന്താണ് അവരിൽ നിൽക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന സ്വതന്ത്രം പൈശാചിക ശക്തിയുമാണ് അത്. എന്താണ് അത് ഇരുട്ടിന്റെ ഒരു ശക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നമ്മൾ സഞ്ചരിക്കുന്ന, ഞാൻ ഉപയോഗിച്ചുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അത് ഇരുട്ടിന്റെ ശക്തി എന്ന് പറയാൻ, അത് നമ്മൾ നടക്കുന്ന അത് ഇരുട്ടിൽ കൂടെയാണ്. നമ്മൾ 5 ദിവസം വരെ ഇത് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 ദിവസം വരെ ഉറക്കമില്ല. സ്തോത്രം. ആ ലഹരിയിൽ നിൽക്കുമ്പോൾ 5 ദിവസം വരെ ഉറക്കമില്ല. നമ്മൾ നടക്കാൻ പോകുന്നത് ഇരുട്ടിൽ കൂടെയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അത് കൂടുതൽ ഡ്രൈവിങ് ചെയ്യുന്നത് രാത്രി യാമങ്ങളിലാണ്. സ്തോത്രം. അത് നമ്മളെ ഡിസോർഡറാക്കിയാണ്. സ്തോത്രം. അതിന്റെ അകത്ത് യേശു ക്രിസ്തു എന്നെ കണ്ട്. സ്തോത്രം. അത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയാൻ തുടങ്ങി. ഒരു ജംഗ്ഷനും ട്രിവാൻഡ്രം സ്തോത്രം അനേക സ്ഥലങ്ങളില് സ്തോത്രം കുഞ്ഞുങ്ങളെടുത്ത് ഞാൻ ഉപദേശിക്കാൻ തുടങ്ങി. ഈ കഞ്ചാവ് അടിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പം എനിക്കറിയാൻ പറ്റും. MDMA അടിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ പറ്റും. അല്ലെ മയക്കുമരുന്ന് ലഹരി എന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റും. ഒന്ന് അവരെ സ്തോത്രം കഞ്ചാവാണെങ്കിൽ അവരെ ചിരി, അവരുടെ സംസാരം, അവരെ ഇടപഴകുക എന്താണ് നമുക്ക് അറിയാൻ പറ്റും. MDMA ആണെങ്കിൽ അവന്റെ കണ്ണിനെ അറിയാൻ പറ്റും. അവന്റെ കണ്ണിന്റെ മൈൻഡ് നമുക്ക് അറിയാൻ പറ്റും. അവന്റെ സ്വഭാവ രീതി എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. നല്ലോണം സംസാരിച്ചിങ്ങനെ നിൽക്കുന്നവൻ പെട്ടെന്ന് വൈലന്റ് ആകും. സ്തോത്രം. എന്ന് വെച്ചാൽ ഞാൻ ഒരു എന്നെ ഷിനു എന്ന് പറഞ്ഞ ബ്രദർ എന്നെ അടിക്കാനായിട്ട് വന്നപ്പോ ഞാൻ തിരിച്ച് പ്രതികരിച്ചെന്ന് എനിക്കറിയാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ നടന്ന ഒരു വ്യക്തി. പക്ഷെ അത് ഞാൻ ഓരോ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എന്താണ് അവരുടെ ഭാവി ലൈഫ്, അതാണ് നമുക്ക് ഉദ്ദേശം. അവർ ക്രിസ്തുവിൽ അവരെ പൂർണ്ണനാക്കുക. അവർ ക്രിസ്തു ആരാണെന്ന് അറിയുക. ഈ ജനറേഷൻ ക്രിസ്തു എന്താണെന്ന് അറിയുക. സ്വതന്ത്രം. നമുക്ക് വേണ്ടി അപ്പൻ കരയുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വേണ്ടി മാതാപിതാക്കൾ കരയുന്നുണ്ടോ? നമുക്ക് വേണ്ടി സഹോദരങ്ങൾ കരയുന്നുണ്ടോ? അപ്പൊ ക്രിസ്തു നമ്മളിലാകുമ്പോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു വലിയൊരു വിടുതൽ ദൈവം കൊടുക്കുന്നേ. എന്നെ അറിയുന്ന ഓരോ സഹോദരങ്ങളും ഓരോ കുഞ്ഞുങ്ങളും ഓരോ ഭവനങ്ങളും എങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നെ വിളിച്ച് പ്രാർത്ഥിക്കും. ഈ ലഹരിക്ക് വേണ്ടിയുള്ള സ്തോത്രം കുഞ്ഞുങ്ങളെ ഉണ്ടെങ്കിൽ സ്തോത്രം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ സ്തോത്രം സ്തോത്രം ഈ വിഷ്ണു സ്തോത്രം
വിഷ്ണു എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ഭയങ്കര ഒരു മദ്യപാനമായിരുന്നു. സ്വത്ര ആറ്റിങ്ങില് സ്വത്ര പ്രാർത്ഥിക്കാൻ തുടങ്ങി, ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവന്റെ അവൻ വീട്ടിന്റെ അകത്ത് കയറത്തില്ല, ഒരാഴ്ചയാവും. പിന്നെ കൂട്ടുകാരന്മാരുടെ ലഹരിയായിട്ടൊക്കെ നടന്നത് സ്വത്ര. ഇപ്പൊ അവന്റെ അമ്മ പറയുന്നത് സ്വത്രം, പാസ്റ്റേ എന്റെ മോൻ ഇപ്പൊ വീട്ടിന്റെ അകത്തുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. സ്വത്ര അവനിൽ പറഞ്ഞ എന്റെ സാക്ഷിയല്ല, എന്റെ അപ്പന്റെ സാക്ഷി അവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്വത്രം എന്റെ കൂടെ സ്വത്രം ഇപ്പോഴും ഉണ്ട്. സ്വത്രം അതുപോലെ എന്റെ ദേശത്തിന്റെ അകത്ത് ഭയങ്കര ഒരു വിടുതൽ. എന്ന് വെച്ചാൽ എന്റെ ദേശത്തിന്റെ അകത്ത് ഞാനാണ് ഈ ഓരോ 1-ാം തീയതി ഉത്സവമൊക്കെ സ്വത്രം ഈ നട എന്ന് വെച്ചാൽ ഈ ഡിസംബർ മാസം സ്വത്രം ഈ അയ്യപ്പന്മാരെ കെട്ട് സമയത്ത് ഞാനാണ് പോയി അവിടെ കുരുത്തോല പന്തലും പിന്നെ മറ്റുള്ള കിഴങ്ങും അതൊക്കെ ഞാനാണ് മോട്ടിച്ച് അമ്മർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അമ്മരെ ആ ദൈവത്തിനെ ഞാൻ പോഷിപ്പിക്കുന്നത്. പക്ഷെ എന്റെ അകത്ത് ക്രിസ്തുവിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ അവിടുത്തെ ദൈവം അവിടുന്ന് ഓടിയെന്ന് പിന്നെ അവന്മാര് തന്നെ പറഞ്ഞ് സ്വത്രം അവിടുത്തെ ദൈവത്തിന് ശക്തിയില്ലെന്ന്. എന്റെ ദേശത്തിന്റെ അകത്തുള്ള ദൈവത്തിന് ശക്തിയില്ലെന്ന്. എന്റെ ദേശത്തിന്റെ അകത്ത്, വർക്കല ദേശത്തിന്റെ അകത്ത് ഇരിക്കുന്ന ശക്തിക്ക് സ്വത്രം ഒരു പ്രാർത്ഥിക്കുന്ന പൈതലാണെന്ന് പിന്നെ മനസ്സിലായി. പ്രാർത്ഥിക്കുന്ന എന്താണെന്ന് മനസ്സിലായി. ശത്രു അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. സ്വത്രം എനിക്ക് പോരാട്ടം ഉണ്ടായിരുന്നു, വെല്ലുവിളികളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ എന്റെ മൈൻഡിൽ എടുത്തില്ല. എന്റെ മൈൻഡ് ക്രിസ്തു. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി നടക്കുക, ക്രിസ്തുവിൽ പൂർണ്ണനാകുക. സ്വത്രം. ഹല്ലേലൂയ. ഈ കേട്ട സ്വത്രം നിങ്ങൾക്ക് ഒരു ഉത്തേജനമായിട്ട്, നിങ്ങൾക്കും ഹല്ലേലൂയ സ്വത്രം തലമുറയുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു മാതൃകയാകട്ടെ ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ സ്വത്രം അല്പനേരം സ്വത്രം ഈ സാക്ഷിയുടെ പറയുക എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത സ്വത്രം ഹല്ലേലൂയ ഉപകാരങ്ങളാ. ഇത് ഞാൻ യേശുവിനെ അറിയാൻ വേണ്ടിയാണ് പിന്നെ എനിക്ക് മനസ്സിലായി. സ്വത്രം ഇതിനെല്ലാം ഞാൻ പോയിട്ട് എനിക്ക് യേശുവിനെ സ്വത്രം ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റി. ക്രിസ്തു എന്ന ദൈവത്തിനെ എനിക്ക് സ്വീകരിക്കാൻ പറ്റി എന്റെ ജീവിതത്തില്. അല്ലെങ്കിൽ അത് എന്റെ ഭയങ്കരമേറിയ, എനിക്കറിയത്തില്ല, എന്റെ യേശു എനിക്ക് വേണ്ടി ജീവിച്ചു. ഈ പാവിയായി എനിക്ക് വേണ്ടി യേശു എന്റെ ജീവിതത്തിൽ വന്നേ. ഹല്ലേലൂയ. ഈ പാവിയില്ലാത്ത ഞാനായിരുന്നെങ്കിൽ യേശുവിനെ അറിയാൻ പറ്റത്തില്ലായിരുന്നു. നമുക്ക് പ്രാർത്ഥിച്ചു പോകാനേ പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ ഉപവാസം ഇരിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചില മറുപടികൾ എനിക്ക് ദൈവം തരാൻ തുടങ്ങി. ഹല്ലേലൂയ. യോബ് തന്റെ ഭക്തന്മാർക്ക്, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മൊർദെഖായി ദേശത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എസ്തേർ പ്രാർത്ഥിച്ചത് എങ്ങനെ? ഹല്ലേലൂയ സ്വത്രം. അവർക്ക് നഷ്ടപ്പെട്ടതിനെ നോക്കി എസ്തേർ പ്രാർത്ഥിച്ചു. പക്ഷെ കയറിയ രാജ്യ കൂട്ടാരത്തില്ല. സ്വത്രം. നമ്മൾ പ്രാർത്ഥിക്കാം, നമുക്ക് ചില ഇടങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ചില സ്ഥലങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവരെയും സ്വത്രം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് സജീവ് വർക്കലയാണ്. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കുമോ? പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവർക്ക് ഉയർത്തി പ്രാർത്ഥിച്ചോളൂ. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ പോകും അവർക്ക് വേണ്ടി, കേട്ടോ. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളിപ്പോൾ ഇന്റർസീഡ് ചെയ്ത് പാസ്റ്റർ പ്രാർത്ഥിക്കും. കണ്ടോ, മേഴ്സി സിസ്റ്ററിന്റെ മകന് വേണ്ടി. എന്റെ മരുമകന് അബി, പിന്നെ ഉഷയുടെ മകൻ ഉൽഘോഷ്,